കോഴിക്കോട് കോവൂരിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഇന്റർനാഷണൽ മിലാദ് കോൺഫറൻസിന്റെ കമാനം. ശ്രീനാരായണ ഗുരു ജയന്തി ദിനമായ ഇന്ന് ഗുരുദേവന്റെ പ്രതിമയിൽ SNDP ഭാരവാഹികൾ മാല ചാർത്താനായി എത്തിയപ്പോഴാണ് മുമ്പിൽ കമാനം കണ്ടത്. ഗുരുദേവന്റെ പ്രതിമയെ മറച്ചുകൊണ്ടാണ് അനുമതിയില്ലാതെ സ്വകാര്യ സ്ഥലത്ത് ഇവർ കമാനം സ്ഥാപിച്ചത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ SNDP ഭാരവാഹികൾ പരാതി നൽകി. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശ്രീനാരായണ ഗുരുദേവന്റെ 171 ജന്മദിനം കൂടിയാണ് ഇന്ന്. ഈ ജന്മദിനത്തിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു അതിക്രമം കോഴിക്കോട് കോവൂരിൽ നടന്നിരിക്കുന്നത്. അതായത് വർഷങ്ങളായി ഇവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ പ്രതിമ ഇവിടെ ഉണ്ട്. ഈ പ്രതിമയെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു കമാനം വളച്ച് കിട്ടിയിരിക്കുന്നത്. അതായത് ഇന്നലെ രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിലുള്ള ഒരു കമാനം വെച്ചിരിക്കുന്നത്. ഈ കമാനത്തിൽ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ മിലാദ് കോൺഫറൻസ് 2025 സെപ്റ്റംബർ 13 ശനി 3 മണി കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ എന്ന ബോർഡാണ് എന്ന പേരിലുള്ള കമാനമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വലിയൊരു കമാനമാണ്. പൂർണ്ണമായും ഈ ഗുരുദേവൻ്റെ പ്രതിമയെ കാണാത്ത തരത്തിലുള്ള, കാരണം അത് ഉയരത്തിലുള്ള ഒരു പ്രതിമ കൂടിയാണ്. ഈ പ്രതിമ കാണാത്ത തരത്തിലാണ് ഈ ഒരു കമാനം ഇവിടെ മറച്ചു വെച്ചിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ ഇതുവഴി വരുമ്പോൾ സാധാരണ ഈ പ്രതിമ കാണാറുണ്ട്. പക്ഷേ ഈ പ്രതിമ പോലും കാണാത്ത തരത്തിലുള്ള ഒരു കമാനമാണ്. ഈ പ്രത്യേകിച്ച് ഇത് SNDP യൂണിറ്റിൻ്റെ സ്ഥലം കൂടിയാണ്, സ്വകാര്യ സ്ഥലം കൂടിയാണ്. ഈ സ്ഥലത്താണ് ഇങ്ങനെയുള്ള ഒരു അതിക്രമത്തിൽ ഇത്തരത്തിലുള്ള ഒരു കമാനം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ ഭക്തരുടെ ഭാഗത്തു നിന്നും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും. അതിൻ്റെ ഒരു പ്രതിഷേധം. പോലീസുണ്ട്, സംഭവസ്ഥലത്ത് പോലീസുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആളുകളുണ്ട്, തർക്കം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമയിൽ മാല ചാർത്തുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പുഷ്പാർച്ചനയ്ക്കും വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ആളുകൾ എന്തായിരുന്നു സംഭവം ഒന്ന് പറയാം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ കൊല്ലം ഇവിടെ കൊണ്ടായിരുന്നു. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ സംഭവം. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പരസ്യ ബോർഡ് വെക്കാനില്ല, ബോർഡും വെച്ച് ഞങ്ങൾ പരസ്യം പാടില്ലാന്നേ. അപ്പോൾ ഇതിന് ക്രോസ് ചെയ്തിട്ട് വെച്ച് നോക്കി. അതും ഈ ഗുരുദേവന്റെ സമാധിയുള്ള ദിവസം, ഇന്നത്തെ ദിവസം കൊണ്ടാടുന്ന ദിവസം ഞങ്ങളിവിടെ പുഷ്പാർച്ചന എല്ലാ വർഷവും നടത്തുന്ന. അത് അറിഞ്ഞുകൊണ്ട് ഇവർ ഇന്നലെ രാത്രി ഞങ്ങൾ വൈകുന്നേരം വരെ ഈ കൊടി കെട്ടുമ്പോൾ ഒന്നും ഇവിടെ ഇല്ല. അർദ്ധരാത്രിക്ക് വന്ന് കെട്ടിയതാ. ഇപ്പൊ പറയുന്നത് കെട്ടിയ ആളുമില്ല, ആരുമില്ല. അപ്പൊ കെട്ടിയ ഇവരോട് പറഞ്ഞിട്ട് ഇവർ കരാറുകാർ വന്നിരിക്കുന്നത്. കെട്ടിയ ആളെ പറയേണ്ടവര് ആരാണിത് ഇവർക്ക് നിർദ്ദേശം കൊടുത്ത് ഇവിടെ കെട്ടാന്നുള്ളത്. അവര് വരട്ടെ, അവര് വരുന്നില്ല. സ്വകാര്യ സ്ഥലം കൂടിയല്ലേ? സ്വകാര്യ സ്ഥലം അത് SNDP യൂണിറ്റിന്റെ സ്ഥലം അത്. ആർക്കും പിന്നെ രേഖാമൂലം കോർപ്പറേഷന് അനുമതിയുള്ള സ്ഥലം. ഒരുപാട് വർഷങ്ങളായിട്ട് 93 പ്രതിമ തന്നെ സ്ഥാപിച്ചിരുന്നു. അതിന്റെ ഒരു 50 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ ശാഖയുള്ളതാ, അന്നേ ഉള്ളതാ. പിന്നെ പ്രതിമ സ്ഥാപിക്കുന്ന 93 മാത്രമേ ഉള്ളൂ. അതിക്രമമാണ്. എന്ത് തോന്നിയാസല്ലേ അതിക്രമം എന്ന് പറയാണ്ട്. ഇതിന് ഇത്രയും വലിയ ഗുരുദേവനോട് ചെയ്ത ഏറ്റവും വലിയൊരു അനാദരവല്ലേ? രാത്രിയുടെ മറവിൽ ഗുരുദേവനോട് ആ സമൂഹത്തിനോടും ചെയ്ത ഏറ്റവും വലിയൊരു അനീതി അത്. ചതയ ദിനം കണക്കാക്കിയിട്ട് ഇത് ഉണ്ടച്ചിട്ട് ഇതാക്കുന്നത് മോശമല്ലേ? അത് തന്നെയാണ്. ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ചതയ ദിനം കൂടിയാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഗുരുദേവനുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ഇവിടെ SNDP യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ രാവിലെ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയൊരു അതിക്രമം ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്.